നമ്മുടെ കെറ്റിൽ ഈ ഒരു ഓറിയോ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മുടെ ഈ ഓറിയോന്റെ ഉള്ളിലത്തെ വൈറ്റ് ക്രീം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം അത് മാറ്റിയെടുക്കുക. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് 2 സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഗ്ലാസ്സിലോട്ട് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നല്ലോണം മിക്സ് ആക്കി എടുക്കണേ. ഇനി നമ്മൾ ക്രീം കളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് മിക്സി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ പൊടിച്ചെടുത്തേക്കണേ. അങ്ങനെ അതൊക്കെ പൊടിയായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പാൽപ്പൊടിയില്ലേ, അത് ഇതിലോട്ട് കുറച്ച് ഒഴിച്ച് നല്ലൊരു ബാറ്റർ പോലെ നമ്മൾ ആക്കിയെടുക്കണം. ഇവിടെ നമ്മൾ ഇളക്കിലേക്ക് നല്ലോണം ബാറ്റർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് ഇടാൻ പോണത് ഈ ഒരു ഇനോയാണ്. അതും കുറച്ച് മതി കേട്ടാ. അതും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സർ ഉണ്ടല്ലോ, അതൊരു ബൗളിലോട്ട് ഒഴിച്ച് ആവി ഏറ്റെടുക്കാൻ പോവാണേ. അതിനായിട്ട് നമ്മുടെ കെറ്റിലെടുത്തിട്ട് അതിലോട്ട് ലേശം വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ ബൗള് അതിലോട്ട് ഇറക്കി വെച്ച് അടച്ചു വെക്കുക. പിന്നെ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ കേക്ക് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അലങ്കാരപ്പണികളാവാം. അതിനായിട്ട് നമ്മുടെ ക്രീം ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഡയറി മിൽക്ക് നമ്മൾ മെൽറ്റ് ആക്കി എടുക്കുവാണേ. ആദ്യം നമ്മൾ നമ്മുടെ ആ വൈറ്റ് ക്രീമാണ് കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഈ കേക്കിന്റെ ഉള്ളിലോട്ട് നല്ലോണം നമ്മൾ കുത്തി ഇറക്കുവാണേ. കത്തി വെച്ചിട്ട് നമ്മൾ നല്ലോണം അതിലോട്ട് ഇറക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മൾ അതേപോലെ മെൽറ്റ് ആക്കി എടുത്തേക്കണം നമ്മുടെ ഡയറി മിൽക്ക്. ഒരു ഡെക്കറേഷൻ വേണ്ട അതിന്റെ മുകളിൽ വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ കേക്കൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനി ടേസ്റ്റിലും കൂടെ അത് ഉണ്ടോന്ന് അറിയണ്ടേ. അതുപോലെ ഞാനിവിടെ ടേസ്റ്റ് നോക്കാണ് കേട്ടോ. സംഭവം നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേഗം പോയി ട്രൈ ആക്കിക്കോ.